ക്ഷമ ചോദിക്കുകയാണ്. अब सुनो भाई, मैंने ध्यान से आपको सुना है. SKSSF അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തൊക്കെയോ ഉണ്ട്. അതിലൊരു മുസ്ലിം മഞ്ഞ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ബീഫ് കൺസംഷൻ ഡിക്രീസ്ഡ്. एक मिनट, अब सुनो भाई, मैंने ध्यान से आपको सुना है. सुनिए जरा. नो डोंट प्लीज. इस तरह सभापति महोदय, स्टेटमेंट जो है भारत सरकार का वो नित्यानंद जी ही बताएंगे, मगर मैं कुछ चीजों की स्पष्टता करने के लिए आपकी अनुमति से इस सदन के सामने खड़ा हुआ. सबसे पहले इस घटना में जितने भी लोग हताहत हुए हैं, जो घायल हुए हैं, वो सभी के परिवारजनों के साथ मैं मेरी संवेदना व्यक्त करना चाहता हूं और बड़े दुख के साथ आज मैं उनके प्रति अपार संवेदना के साथ इस सदन में खड़ा हुआ हूं. मैं सदन के सामने स्पष्टता करना चाहता हूं. 23 जुलाई को केरल सरकार को अर्ली वार्निंग भारत सरकार की ओर से दी गई थी. 23 जुलाई को, 7 दिन पहले, फिर 24 को गई, फिर 25 को गई, 26 तारीख को मान्यवर ये कहा गया कि 20 सेंटीमीटर से ज्यादा वर्षा होगी, भारी वर्षा होगी, लैंडस्लाइड होने की संभावना है, मड भी रस होकर आ सकता है और लोग इसके अंदर दबकर मर भी सकते हैं. मैं कुछ कहना नहीं चाहता था मान्यवर. കോരിച്ചൊരിയുന്ന പെരുമഴയെയും ഭയന്ന് ഉറങ്ങാൻ കിടന്ന വയനാടൻ മലഞ്ചെരുവിൽ ഒരു ഗ്രാമം നേരം വെളുത്തപ്പോൾ അപ്പാട് ഒലിച്ചുപോയത് കണ്ട് കേരളം ഞെട്ടിത്തരിച്ചു നിന്നു. കേരളത്തിന് പലതവണ വാണിംഗ് കൊടുത്തതാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോകസഭയിൽ ഒരു പ്രസ്താവന നടത്തി. അതാണ് നമ്മൾ കേട്ടത്. നമ്മുടെ മുഖ്യമന്ത്രിയും വിട്ടുകൊടുത്തില്ല. നമുക്കതൊന്ന് കേട്ടു നോക്കാം. പ്രദേശങ്ങളിൽ ഓറഞ്ച് അലേർട്ടാണ് ആ ഘട്ടത്തിൽ നിലനിന്നിരുന്നത്. അവിടെ 115-നും 204 മില്ലിമീറ്ററിനും ഇടയിൽ മഴ പെയ്യും എന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ഇന്നലെ ഞാൻ അതിലൊരു ഭാഗം പറഞ്ഞതാണ്. എന്നാൽ എത്ര മഴയാണ് പെയ്തത്? ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ 200 മില്ലിമീറ്റർ, അടുത്ത 24 മണിക്കൂറിനുള്ളിൽ 372 മില്ലിമീറ്റർ മഴ. ഇതാണ് ഈ പ്രദേശത്ത് പെയ്തത്. അപ്പോൾ 48 മണിക്കൂറിനുള്ളിൽ 572 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. അപ്പോൾ മുന്നറിയിപ്പ് നൽകിയതിലും എത്രയോ അധികമായിരുന്നു അത്. ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു തവണ പോലും ആ പ്രദേശത്ത് റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ടായിരുന്നില്ല. അപകടം ഉണ്ടായതിന് ശേഷം രാവിലെ 6 മണിയോടുകൂടിയാണ് റെഡ് അലേർട്ട് ഈ പ്രദേശത്ത് മുന്നറിയിപ്പായി നൽകുന്നത്. പിന്നീട് നാം കാണുന്നത് കേരളമാകെ കണ്ണീരണിഞ്ഞ് ഈ ദുരന്തമുഖത്തും എല്ലാ മനുഷ്യസ്നേഹികളും വയനാട്ടിലേക്ക് ആ ദുരന്തമുഖത്തേക്ക് ഓടിയെടുക്കുമ്പോൾ നമ്മൾ ചില ചീഞ്ഞ മനസ്സുകളുടെ ആ മനസ്സിലിരിപ്പ് പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാം. ഒരു പ്രകൃതി ദുരന്തമല്ലേ സംഭവിച്ചിരിക്കുന്നത്. ആ സമയത്തെങ്കിലും ഈ വർഗീയ കോമരങ്ങളൊക്കെ ഒന്ന് മിണ്ടാതിരുന്നുകൂടെ അറ്റ്ലീസ്റ്റ്. പക്ഷെ ഒന്ന് കേട്ടു നോക്കൂ. ഒരല്പം മനുഷ്യത്വം നമ്മളുടെ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇവരെ നമുക്ക് തിരിച്ചറിയണം. നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ്. ആശുപത്രിയിൽ അവിടെ ഇവിടെയൊക്കെ നമ്മളോർക്കും ദുരന്ത മുഖത്തൊന്നും അല്ല, ഇതിൻ്റെ അടുത്ത് പോകാൻ ഇവന് പേടിയാ. ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേരെ ഈ ടി വിയിൽ കാണാമല്ലോ. SYS, SKSSF അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തൊക്കെയോ ഉണ്ട്. അതിലൊരു മുസ്ലിം മഞ്ഞ കൊടുക്കൊക്കെ അതെന്താണെന്ന് തങ്ങൾക്കറിയില്ല അല്ലേ? പക്ഷെ മുസ്ലിമാണെന്ന് അറിയുമല്ലേ? കുറേ എണ്ണം ഇതുകൂടെ ഒരുപാട് പേരെ ഈ ടി വിയിൽ കാണാമല്ലോ. SYS സുന്നി യുവജന സംഘം, SKSSF അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തൊക്കെയോ ഉണ്ട്. അതിലൊരു മുസ്ലിം മഞ്ഞ ഉടുപ്പിട്ടൊരു വൈറ്റ് ഗാർഡിനെ കണ്ടു. അതെ, മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് ഗാർഡ്, വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ ഗാർഡ്, ഇതൊക്കെ കുറേ എണ്ണം. ഇതുകൂടാതെ DYFI,
SDP കണ്ടു. ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ രാവിലെ മുതൽ ധൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. റിസ്ക്കുള്ള മേഖലയിൽ ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ്. ആശുപത്രിയിൽ അവിടെ ഇവിടെയൊക്കെ നമ്മളോർക്കും ദുരന്ത മുഖത്തൊന്നും അല്ല, ഇതിന്റെ അടുത്ത് പോകാൻ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ? അന്വേഷിക്കുക ആദ്യം. കുത്തിത്തിരിപ്പുണ്ടാക്കാതെ ആദ്യം അത് അന്വേഷിക്കുക, അതിനുള്ള നിയമം ഉണ്ടോ? അല്ല, അത് അന്വേഷിക്കും. നിങ്ങൾ അതിന് സാധ്യത ഉണ്ടോന്ന് അന്വേഷിക്കും. സാധ്യതയില്ലാന്ന് പറഞ്ഞേ. ദേശീയ ദുരന്തം എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോൾ ഉണ്ടോ? ആദ്യം പോയി നിയമം. അല്ല, അങ്ങനെയില്ല. നമുക്കൊരു സഹായം വേണ്ട. സഹായം കേരളത്തിന് സഹായം വേണ്ടേ? സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? അതിനുള്ള കാര്യങ്ങൾ നടത്തും. സഹായം മാത്രമല്ല, ഇനി ഇതുണ്ടാവാതിരിക്കാനുള്ള അതാണ് മുഖ്യം. ഇത്ര ദിവസമായിട്ട് പോലും കേരളത്തിന് ഒരു അടിയന്തരമായ ധനസഹായം ഒന്നിനും പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെയും. അപ്പൊ അങ്ങനെ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ. അതിനുള്ള സമയം ആയിട്ടില്ലല്ലോ. ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിന് ശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ. സ്റ്റേറ്റ് പലവണ്ണം ആവശ്യപ്പെട്ടല്ലോ. ഇപ്പൊ കേന്ദ്ര പാർലമെന്റ് എല്ലാ എംപിമാരും ആവശ്യപ്പെട്ടില്ലേ? താങ്കളൊരു കേന്ദ്രമന്ത്രിയാണല്ലോ. അമൃതയാണോ? അല്ല, അതല്ല നമ്മൾ ചോദിക്കുന്നത്. കേരളത്തിലാണ് ചോദിക്കുന്നത്. അതിനകത്ത് നല്ല കുത്തിത്തിരിപ്പുണ്ട്. സഹായം ലഭിക്കുമോ എന്നുള്ള ജനങ്ങൾക്ക് എത്തേണ്ടതെത്തും. രാഷ്ട്രീയ വക്താവായിട്ട് വരരുത് പ്ലീസ്. അല്ല, ഇതുവരെ എന്ത് ഇടപെടൽ നടത്തിയെന്നുള്ള കാര്യത്തിലൊന്നും പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണത്? നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ കേട്ടത് തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയ, കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ ഏക BJP MP-യും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടേതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ വികാരം എന്താണെന്ന് നിങ്ങൾ തന്നെ വായിച്ചെടുത്തോളൂ. ഇപ്പോൾ നമ്മൾ കേട്ടത് സുരേഷ് ഗോപി ആ സംഭവം ഉണ്ടായ അടുത്ത ദിവസങ്ങളിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതാണ്. പിന്നീട് അദ്ദേഹം അതിനെപ്പറ്റി ഒന്നും പറഞ്ഞതായി നമ്മൾ കേട്ടില്ല. ദിവസങ്ങളോളം അദ്ദേഹത്തെപ്പറ്റി ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. സുരേഷ് ഗോപി എവിടെ എന്ന് പലരും ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ അദ്ദേഹം പനി പിടിച്ച് കിടക്കുകയാണ് എന്നൊരു വാർത്ത പ്രചരിപ്പിക്കുന്നത്. അതിൻ്റെ സത്യം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം വയനാട് സന്ദർശിച്ചിട്ടുണ്ട്. ഈ കണ്ണീരണിയുന്ന മഹാദുരന്തത്തിന് ശേഷം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചില വിഷജന്തുക്കൾ പ്രചരിപ്പിക്കുന്ന ചില പ്രസ്താവനകളുണ്ട്. അത് കേട്ട് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും ഒരു യൂട്യൂബർ പറയുന്ന വാക്കുകൾ കേൾക്കൂ. നമ്മൾ സത്യത്തിൽ നമ്മളെപ്പറ്റി ലജ്ജിച്ച് തല താഴ്ത്തേണ്ട ചില வாக்குகளை நம்ம கேட்டு நோക്കാം. ஆனால் சோஷியல் மீடியாவில் சில போஸ்ட்டில் வரக்கூடிய கமெண்ட்ஸை நான் உங்ககிட்ட வாசிச்சு காமிக்கிறேன். பீஃப் கன்சம்ஷன் டிக்ரீஸ்ட் அப்படின்னு ஒருத்தன் கமெண்ட் பண்ணியிருக்கான். கேரளாவில் பீஃப் அதிகமாக சாப்பிடுவாங்க அப்படிங்கிற ஒரு ஸ்டீரியோ டைப் பண்ணிவிட்டு அங்கே வந்து இவ்வளோ பேர் இறந்தனால பீஃப் கன்சியூம் பண்ணுறது கம்மி ஆயிடுச்சு அப்படிங்கிற ஒரு கமெண்ட்டு. இதுக்கு ஒரு ரிலீஜியஸ் ஆங்கிள் இருக்குது, புரிஞ்சவங்களுக்கு புரிஞ்சிருக்கும். அது போக ரெண்டாவது, சென்ட்ரல் கிட்டேருந்து காசு கேட்காதீங்க, டோன்ட் ஆஸ்க் மணி ஃப்ரம் சென்ட்ரல். அப்போ உங்கள் அப்பா கிட்டே இருந்தா கேட்பாங்க, சாரி பட் வாட் த ஹெல் மேன், சென்ட்ரல் கவர்மெண்ட்லேருந்து காசு கேட்பாங்க, வேற எங்கே கேட்பாங்க? யூனியன் கவர்மெண்ட்டுக்கு டேக்ஸ் கேரளா கொடுத்துட்டு இருக்காங்க, அவ்வளோ டேக்ஸ் கொடுத்துட்டு இருக்காங்க. இந்தியாவில் இருக்கக்கூடிய ஒரு சிட்டிசனும், பெரிய ஆட்கள் எல்லாம் விடுங்க, ஒரு ரோட்ல இருக்கக்கூடிய குப்பையை பொறுக்கிற ஒரு அக்கா வந்து அந்த பிளாஸ்டிக் குப்பை எல்லாத்தையும் ஒரு இடத்துல போய் கலெக்ட் பண்ணி கொடுத்துட்டு அவங்க வாங்குற 5 ரூபாய்க்கு ஒரு டீ குடிக்கிறாங்க தெரியுமா? அதுக்கு நீங்க ஜிஎஸ்டி போடுறீங்க. அந்த டீல அவங்க ஜிஎஸ்டி கொடுத்து இந்த நாட்டை வளர வச்சிட்டு இருக்காங்க. அந்த அக்கால இருந்து ஜம்மு காஷ்மீர்ல இருக்கக்கூடிய ஒரு நபர் வரைக்கும், கேரளால இருக்கிற ஒருத்தங்க, கன்னியாகுமரியில இருந்து இருக்கிற ஒருத்தங்கல இருந்து ஜம்மு காஷ்மீர்ல இருக்கிற ஒரு இந்தியனுக்கும் 140 கோடி பேருக்கும் സേവ് பண்ண വേണ്ടിയതുதான் ഗവൺമെന്റോட വേല. ഒരു അന്യ സംസ്ഥാനക്കാരനായ നമ്മുടെ സഹോദരന് തോന്നിയ, മലയാളിയോട് തോന്നിയ ഒരു സ്നേഹം പോലും നമ്മുടെ തന്നെ സഹോദരങ്ങൾക്ക്, മലയാളികളായ സഹോദരങ്ങൾക്ക് ഈ ഒരു ദുരന്തം അനുഭവിക്കുന്ന ജനതയോട് തോന്നിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നുകയാണ്. വീണ്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. சென்ட்ரல்ல இருந்து ஏன் காசு கொடுக்கணுங்கிற கேள்வி, டோன்ட் டாஸ்க் மணி ஃப்ரம் சென்ட்ரல்ங்கிறது இருக்கிறதுலே ஸ்டூப்பிடான தாட். இதுதான், இதுக்குதான் படிங்கடான்னு சொல்றது, டே பரமா படிடா அப்படின்னு சொல்றது இதுக்குதான். என்ன லாஜிக்ல இவங்க பேசுறாங்கன்னு பாத்தீங்கன்னா, இங்க இருந்து எத்தனை பேர் வந்து கவர்மெண்ட்டுக்கு ஓட் பண்ணிருக்காங்க, இப்ப ஆட்சி செஞ்சுட்டு இருக்கிற கவர்மெண்ட்டுக்கு ஓட் பண்ணிருக்காங்க, அப்போ இவங்களுக்கு இவ்வளவுதான் கொடுக்க முடியும். பிஜேபிக்கு வந்து ஒரு சீட்டு தான் இருக்கா கேரளா, அப்போ கொடுக்க வேணாம். தமிழ்நாட்டுக்கு இதே கான்வர்சேஷன் தான். பட்ஜெட்ல நம்மளுக்கு ஒழுங்கான அலோகேஷன் இல்லைன்னப்போ இங்க இருந்து பிஜேபிக்கு ஓட்டு போடல, அப்போ தமிழ்நாட்டுக்கு கொடுக்க வேணாம். என்ன பைத்தியக்கார பசங்களாடா நீங்க, சீரியஸா நீங்க இந்த அளவுக்கு கூடவா படிப்பறிவு இருக்காதுன்னு சொல்லிட்டு எனக்கு உண்மையிலே எனக்கு ஆச்சரியமா இருக்குது. தம்பி, இங்கேருந்து ஒருத்தன் வந்து ஓட்டு போட்டாதான் நீங்க பதிலுக்கு பண்ணணும்னு அவசியம் கிடையாது. நீங்க ஓட்டு போட்டாலும் போடலைனாலும் இந்த நாட்டோட கவர்மெண்ட் அதுதான்.
அண்ட் அந்த கவர்மெண்ட்டுக்கு தான் எல்லாரும் டாக்ஸ் கொடுக்குறாங்க. இந்த வீடியோ நீங்க பார்த்துட்டு இருக்கீங்கல்ல, இந்த மைக் வாங்கினதுக்கு ஜிஎஸ்டி இருக்குது, இந்த லேப்டாப் வாங்கினதுக்கு ஜிஎஸ்டி இருக்குது, நான் இங்க உட்கார்ந்துட்டு இருக்கிற இந்த பில்டிங்க்கு நான் டாக்ஸ் கட்டிட்டு இருக்கோம், இந்த ஏசிக்கு டாக்ஸ் இருக்குது. நீங்க பார்த்துட்டு இருக்கீங்களா போன், அந்த போனுக்கு டாக்ஸ் கட்டியிருக்கோம், அந்த போன்ல போடுற டேட்டாக்கு டாக்ஸ் கட்டியிருக்கோம், நீங்க சாப்பிட்டுட்டு இருக்கிற தோசை வாங்குற பருப்புக்கு டாக்ஸ் கட்டியிருக்கோம். எவ்ரிதிங் இதுதான் இருக்கிறதுல எனக்கு ரொம்ப வயலா இருக்கு, ரொம்ப கேவலமா இருக்குது, ஒரு வன்மத்தோட இருக்குது, உச்சகட்ட வன்மம். விஷ் திஸ் ஹேப்பன்ட் இன் மலப்புரம். மினி ஒரு இஸ்லாமியர்களை சொல்லக்கூடிய ஒரு ஸ்லர் டர்ம், அதை நான் சொல்ல விரும்பல, அங்கதான் அவங்க வாழ்ந்துட்டு இருக்காங்க. ஸோ அதனால இது மலப்புரத்துல நடந்திருக்கணும். என்ன கன்றாவி இதெல்லாம்? நம்ம இந்த നാട്ടിൽ இப்படியா വളർന്നിട്ട് இருந்தோம்? ஏன் திடீர்னு இவ்வளவு വെറുപ്പ്, ഇவ்வளவு മതവെറുപ്പ്? ഈ സഹോദരൻ ചോദിച്ച ചോദ്യമാണ് എനിക്കും ചോദിക്കാനുള്ളത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണോ നമ്മൾ ജീവിച്ചിരുന്നത്? അല്ലേ അല്ല. കുറച്ചു കാലമായാണ് ഈ മതപരമായ വേർതിരിവുകൾ വെച്ച് മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങിയതായി കാണുന്നത്. വലിയ അപകടത്തിലേക്കാണത് പോകുന്നത്. എവിടെ ചെന്ന് അവസാനിക്കുമത്? ഇനി നമ്മൾ കാണാൻ പോണത് കുറച്ച് ഞരമ്പ് രോഗികൾ ഈ വയനാട് ദുരന്തത്തിന് ശേഷം സോഷ്യൽ മീഡിയയിലിട്ട ചില കമൻറ്റുകളാണ്. നമ്മൾ ആകെ നാണിച്ച് തലകുനിച്ച് നിന്ന് പോകും ഈ മഹാപാപികളുടെ മുമ്പിൽ. ഒന്ന് കണ്ടു നോക്കൂ. ഈ ദുരന്തമുണ്ടായപ്പോൾ അമ്മയെ നഷ്ടപ്പെട്ട ഏതെങ്കിലും പിഞ്ചു കുഞ്ഞുങ്ങൾ മുലപ്പാലിന് വേണ്ടി കരയുന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ മുലപ്പാൽ കൊടുത്തോളാം എന്ന് പറഞ്ഞ ഒരു സ്നേഹനിധിയായ അമ്മയിട്ട ഒരു പോസ്റ്റിന് താഴെ വന്ന് കശ്മലന്മാർ ഞരമ്പ് രോഗികളിലിട്ട കുറേ കമൻറ്റുകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഒന്ന് കണ്ടു നോക്കൂ. ജോർജേട്ടാ കേൾക്കുന്നുണ്ടോ? എന്റെ പേര് ഷെല്ലി എന്നാണേ. അപ്പം ഇതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം അത് തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു. എവിടെ കൊണ്ടുവരണം? അല്ല, നമ്മളിപ്പം മുലപ്പാൽ ഇപ്പം നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുണ്ട്. അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ട് തരണ്ടേ? അറിയാതെ പറ്റിപ്പോയി അബദ്ധമാണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകണം, ഇല്ലെങ്കിൽ പോയി ആ ആളിനെ കണ്ടിട്ട് സംസാരിക്കണം എന്നുള്ള ഇപ്പം വണ്ടി വെട്ടി. ഇതൊരു ഞരമ്പ് രോഗിയുടെ കുറ്റസമ്മതം. ഇനി ഒരുത്തൻ ചോദിക്കുകയാണ്, നല്ല കറവയുണ്ടോ, ദിവസം 5 ലിറ്റർ തരുമോ, ഇത്രമാത്രം പാലുണ്ടോ, അഡ്വർടൈസ് ചെയ്യാൻ മാത്രം ഗിന്നസ് റെക്കോർഡ് കിട്ടും. ഇനി ഒരുത്തൻ മാപ്പരക്കുന്നു. ഞാനിപ്പോൾ വീഡിയോ വരാനുള്ള കാരണം 2 ദിവസം മുമ്പ് തേങ്ങാപ്പുര മീഡിയ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു പോസ്റ്റ് വന്നിരുന്നു. ആ പോസ്റ്റിന് എൻ്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായ രീതിയിലൊരു കമൻറ്റ് വരികയുണ്ടായി. ആ പോസ്റ്റിൽ സഹായം ചെയ്യാമെന്ന് പറഞ്ഞ ശേഷിയോട് ഞാൻ ആദ്യമേ തന്നെ ഞാൻ ഒരു ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ ഇതായിരുന്നു ആ പോസ്റ്റ്. ഈ പോസ്റ്റ് ഈ വയനാട് ഇഷ്യൂ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണെന്ന് മനസ്സിലാക്കാതെയാണ് ഞാൻ കമന്റ്. ഇങ്ങനൊരു ഇഷ്യൂ ആയിട്ട് റിലേറ്റ് ചെയ്ത പോസ്റ്റ് അല്ല എങ്കിലും ഞാൻ അങ്ങനെ ഒരു കമന്റ് അവിടെ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് ഞാൻ തെറ്റ് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ തെറ്റുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായവരോടും എല്ലാ അമ്മമാരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇത് വേറൊരു ഞരമ്പ് രോഗി, മൂപ്പർക്ക് കുടിക്കാൻ കൊടുക്കുന്നുണ്ടാവില്ല. അയ്യോ കഷ്ടം. അടുത്ത ഞരമ്പ് രോഗി കുറെ കൂടെ കടുത്തവനാണ്. ഇവൻ്റെ വൈഫ് ജേഴ്സി പശുവാണോ? ഇത് എന്ത് ജന്മങ്ങളപ്പം? മനുഷ്യനാണോ മൃഗമാണോ? ഇത് ഞരമ്പ് രോഗിയുടെ അല്ല, മതഭ്രാന്തളകിയവൻ്റേതാണ്. എന്താണ് സഞ്ജയ് ചന്ദ്ര? ഇതും ഇതിലപ്പുറവും മലയാളി കേൾക്കേണ്ടി വരും. നമ്മുടെ രാജ്യം കേൾക്കേണ്ടി വരും. അവിടേക്കാണ് ഈ രാജ്യം പോകുന്നത്. ഒരു വലിയ ദുരന്തമുഖത്ത് കേരളം തരിച്ചു നിൽക്കുമ്പോഴെങ്കിലും ഈ മഹാപാപികൾക്ക്, ഈ ഞരമ്പ് രോഗികൾക്ക്, ഈ വർഗീയവാദികൾക്ക് ഒന്ന് മിണ്ടാതെങ്കിലും ഇരുന്നുകൂടെ? നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ കമൻറ്റായി ബോക്സിലിടാം. ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അവിടെ പുനർജനിപ്പിക്കാൻ പറ്റില്ല സാറ്. നമുക്ക് അവരെ എല്ലാവരും കൂടെ സഹകരിച്ചിട്ട് നമുക്ക് അവരെ ഇങ്ങനെ മലകളും കുന്നുകളും വെള്ളങ്ങളും ഇല്ലാത്ത നല്ലൊരു സ്ഥലത്ത് ഇത്രയും പാവങ്ങളെ ഒരു ചെറിയ കൂര മതി, പക്ഷേ എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്ന ഒരു സ്ഥാനത്ത് നമുക്ക് അതിന് സാറൊക്കെ വിചാരിച്ചാൽ നടക്കും. സാറൊക്കെ ഇതുപോലെ എടുത്ത എഫേർട്ട് എടുക്കുകയാണെങ്കിൽ ഇവരെ താമസ സൗകര്യങ്ങളും ഇവർക്ക് കിടന്നുറക്കാനുള്ള കടപ്പാടും ഉണ്ടാവും സാറേ. സാറൊക്കെ അതിനുവേണ്ടി പ്രയത്നിക്കുന്നു എനിക്കറിയാം. തീർച്ചയായും